165 രാജ്യങ്ങൾ, 2300ഓളം പ്രദർശകർ, ഏകദേശം 1,00,000 സന്ദർശകർ. ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ട്രാവൽ ആൻഡ് ടൂറിസം പ്രദർശനമേളയായ അറബ് ട്രാവൽ മാർക്കറ്റ് ഇന്ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചിരിക്കുകയാണ്. മെയ് 9 വരെയാണ് മേള നടക്കുന്നത്. ആഗോളതലത്തിലെ തന്നെ ശ്രദ്ധേയമായ യാത്രാ ടൂറിസം പ്രദർശനമേളയാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ്. എംപവറിംഗ് ഇന്നൊവേഷൻ, ട്രാൻസ്ഫോമിംഗ് ട്രാവൽ ത്രൂ എന്റർപ്രണർഷിപ്പ് എന്ന തീമിലാണ് ഇത്തവണ മേള നടക്കുന്നത്. മെയ് 9 വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ 31ാമത് എഡിഷനിൽ യാത്രാ ടൂറിസം മേഖലയെ ശാക്തീകരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ മുതൽ മുൻനിര ബ്രാൻഡുകൾ വരെ പങ്കെടുക്കും. വളരെ എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും ക്രൗഡഡ് എന്നുള്ളത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം കുറച്ചുകൂടെ ട്രാവൽ മേഖല ഉണർന്നിരിക്കുകയാണ്. കാരണം പല മേഖലകളും പല ടൂറിസം ബോർഡ്സ് ഉണ്ട്. ഇപ്രാവശ്യം പല പുതിയ ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. ഹോട്ടൽസിൻ്റെ പല പുതിയ ഓപ്പൺസ് ചെയ്തിട്ടുണ്ട്. പല എയർപോർട്ടുകളും പുതിയ സെക്ടറുകൾ സൈനിങ് നടത്തുന്നത്, പല എയർലൈനുകളായിട്ട് പുതിയ കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട്. പല ടൂറിസം ബോർഡുകളും പുതിയ ഡെസ്റ്റിനേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരെ പോലെ ഞങ്ങളും വെയിറ്റ് ചെയ്യാണ് ATMന് ശേഷം വലിയ ഡിക്ലറേഷൻ വരട്ടെ. മേളയിൽ പങ്കെടുക്കുന്ന ഹോട്ടൽ ബ്രാൻഡുകളുടെ എണ്ണം 21% വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ ട്രാവൽ ടെക്നോളജി ഉൽപ്പന്നങ്ങളിൽ 58% വർധനവും ഈ വർഷത്തോടെയുണ്ടാകും. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ട്രാവൽ ആൻഡ് ടൂറിസം എക്സിബിഷനാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്നുള്ളത്. കോവിഡിന് ശേഷം ആളുകൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഓപ്ഷനുകൾ ലോകത്തെമ്പാടും വർദ്ധിച്ചിട്ടുണ്ട്. മുന്നേ ഒന്നും കാണാത്ത വിധത്തിലുള്ള തിരക്കുകളും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ ATMൽ ഈ പ്രാവശ്യവും കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെയുണ്ട്. അപ്പോൾ കൂടുതൽ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങളും, ഇവൻ ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ തന്നെ ടൂറിസം ഇഷ്ടപ്പെടുന്ന ആളുകളും ഈ ATM വന്ന് സന്ദർശിക്കും പുതിയ അപ്ഡേറ്റ്സ് കിട്ടുവാനായിട്ട്.